താൻ പാടുന്നു പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആര്? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ റിഹേഴ്സൽസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഇങ്ങനെ വലതുകാരി. ഒരു ഉണ്ട് കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. ഓ, യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയ യാവട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലാണ് പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടണത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ ശരി. അപ്പൊ കേൾക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അയ്മോദകവും ഇരട്ടിമതിൽ ഇട്ടിട്ട് നല്ല കടുപ്പത്തിലൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദം. കുട്ടി, ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ.
നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഇടേണ്ട ഒരു സ്വീറ്റ് ആകാൻ. പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. എന്ത് കഷ്ടം. വന്നേ. ആ ഒന്നും കൂടി വന്നേ. അതെന്താ ഇത് കൊള്ളാമല്ലോ. അതേ തറവാട്ടോ കൊള്ളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊള്ളാമല്ലോ ഒന്ന്. പാട്ട് കൊള്ളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ. സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ട് അങ്ങോട്ട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ല കേട്ടോ. ജൂലിയറെ, അതെ ജൂലിയറെ, നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ? അതന്നെ. സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്, ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആശാരിമാർ എത്ര പേരുണ്ട്? ആ ഞാൻ നോക്കിയില്ല. നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പെണ്ണേ, മോളെ. എന്താ? ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ളായെങ്കിൽ ഇത്തിരി വരാൻ പറ. ഭയങ്കര പരവേശം. ഓ, പണിക്കാരി അത് കെട്ടിയുള്ള പണിക്കാരി. അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്ത് കൊടുക്കണ്ട. അയാൾക്ക് കാറും കളിക്ക് കൊടുക്കും ഞാൻ. ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിയിട്ടാ ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്താടി? എന്താ ആരങ്കലിക്ക് കൊടുത്തു നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ, എടീ, നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവനോ? മനസ്സിലോട് പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല. എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലയിടത്തും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ നീ അതൊന്നും പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ, നിനക്ക് വല്ല സുഖലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, 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 എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ലെന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയി കളയാ. എന്താ?
പിണങ്ങിപ്പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഉം. ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. നടക്കാൻ വയ്യ, ആമവാദമെന്നാ വൈദ്യര് പറഞ്ഞേ. ഓ എന്റെ അമ്മേ, കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. ആ കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടി, വിശ്വാസം മുങ്ങി. മുഴക്കോലെ, അവിടെ നിക്കടാ. മുഴക്കോലെ, രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒക്കെ എടുത്ത ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയ കലത്തിന് ഏറുകൊണ്ട് പോലെ ചളിങ്ങിരിക്കണേ. കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പടി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ അതിലൊരു കള്ളത്തരമില്ല കേട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ചാ പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്, ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ട. ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ അങ്ങനെ അടിക്കരുത്. കൊട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ, മാ പിടി. ആ കണക്ക് എനിക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് സംഭവമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടണം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടയിലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയോട്ടും അല്ല, അതിവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷം ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലയറ്റാന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചല്ലേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ പറഞ്ഞേ. അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാളൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ദേ, ഇവള് അവളെ എടിയെന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം.
കൊച്ചമ്പ്രാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പോതി. ആഹാ. കൊച്ചമ്പ്രാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. ഹായ്, എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലയ്ക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. അതെ. ദാ, ഇത് കണ്ടോ അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം? അയ്യോ, ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പടപടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചൂരിലാടാ നല്ലത്. പള്ളിച്ചോറിലും കൊണ്ടിങ്ങോട്ട് വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. മിണ്ടായിരിക്കടി. അപ്പൊ അയാൾ പറയണതോ? പപ്പേച്ചിയുടെ മുമ്പിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്ത? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടി. വെള്ളം കുടിടാ, വെള്ളം കുടിക്കാൻ. എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞു കേട്ടോ, അറിയാന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്നെ ചിലരുടെ കണ്ട് വിളിച്ചു താവും.